ഹലോ, എല്ലാവർക്കും സുമി 7ലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ദേവമോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ആണ്. ദേവമോൾ എന്താ പറയുന്നതെന്ന് അറിയോ? തമ്പാച്ചിക്കാവിൽ പോയിട്ട് അംഗനവാടി പോകണം എന്നാണ് പറയുന്നത്. പിന്നെ ഇത് കുറച്ച് മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആയിരുന്നു. ജനുവരിയിലാണ് ദേവമോളുടെ ബർത്ത്ഡേ. ഞങ്ങൾ എവിടെ പോകുന്നത് വെച്ചാൽ പെർളശ്ശേരി അമ്പലത്തിലാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് പെർളശ്ശേരി ടൗൺ. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ മടിയായിരുന്നു, പിന്നെ നെറ്റ് ഇല്ലാത്ത കാരണം അതുകൊണ്ടൊക്കെയാണ് ഇത് ഇങ്ങനെ ഡിലേ ആയത്. പിന്നെ നമ്മുടെ മെമ്മറീസ് അല്ല, അപ്പം ഇത് അവിടെ തന്നെ കിടക്കില്ല, അതുകൊണ്ട് മാത്രം ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഇപ്പം കുറേ നാളായി വീഡിയോസ് ഇടാതെ. അപ്പോൾ സബ്സ്ക്രൈബർ ആണെങ്കിലും വാച്ച് ഓവർ എല്ലാം ഓൾറെഡി ഇങ്ങനെ ഡെഡായി കിടക്കുകയാണ് എൻ്റെ ഈ ഒരു ചാനൽ. ഓക്കെ, ഇത് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ മുന്നിലെത്തിയിട്ടാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും ഫുൾ കടകളാണ്. നമുക്ക് തോന്നി നമുക്ക് പിന്നെ ഒരു ദിവസം വരാം. ഇന്ന് പോകണ്ടേ നമുക്ക്? ഓ, ഇവള് കാലിൽ വരാനാ പേടിയില്ല അല്ലേ? കരയിൽ കയറിയുന്ന മീന് വരൂ. ദേവമോള് കുളത്തുനിന്ന് ഇങ്ങനെ കയറുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് മീനില്ലേ അവിടെ, കാണാൻ നല്ല രസമാണ്. ആദ്യം ആൾക്ക് പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എങ്ങനെയോ പിടിച്ച് എടുത്തിട്ടൊക്കെ നടക്കുവാണ്. പിന്നെ ഞാൻ ഉള്ളിൽ കയറുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഒരു ബന്ധു ഉണ്ടായിരുന്നു ഞങ്ങളുടെ, അപ്പോൾ അവളോട് വർത്തമാനം പറയുന്ന സമയത്ത് പിന്നെ വിട്ടുപോയി. ഇതാണ് കേട്ടോ വഴിപാട് കൗണ്ടർ. ആദ്യം ഇത്ര വലുതല്ലെങ്കിലും ഇപ്പോൾ അവരിങ്ങനെ വലുതാക്കി. ഇപ്പോൾ എന്നല്ല, കുറച്ച് വർഷമായി ഞാനങ്ങനെ വരാത്തതുകൊണ്ടാണ്. പിന്നെ ദേവമോൾ ഇവിടെ ഇങ്ങനെ ഓടിക്കളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളധികം ഇവിടെ നാഗത്തിന് മുട്ട കൊടുക്കാറുണ്ട്. പിന്നെ സർപ്പൂല് അധികം ഇവിടെ വരുമ്പം അധികം അങ്ങനെയാണ് കഴിക്കൽ. ദേവമോൾ അവിടെ നിന്ന് ഇങ്ങനെ ഓടിക്കളിയാണ് അല്ലേ? ഓടിക്കളിയാണ് കണ്ട, കുത്തക്കടല്ലേ? നമ്മൾ പോകുന്ന സമയത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ കയറാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ക്യൂ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രസാദം വാങ്ങിക്കാനാണെങ്കിലും എല്ലാ സ്ഥലത്തും നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഒരു ഫോട്ടോയെങ്കിലും എടുക്കായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ ആലിൻ്റെ ഇവിടെ നിന്നിട്ട് 2-3 ഫോട്ടോസൊക്കെ എടുത്തുട്ടാ. അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എൻ്റെ ചാനലിനകത്ത് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടാ ഫോട്ടോസ്. അത് കഴിഞ്ഞ് ഈ ഒരു അമ്പലത്തിലേക്ക് ഉള്ളിൽ നമ്മൾ കയറിയിട്ടില്ല. പുറത്ത് നിന്ന് തൊഴുതിട്ട്, കാരണം ഒത്തിരി ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. അംഗനവാടിയിലെത്തുമ്പോൾ കുറച്ച് വൈകുമല്ലോ വിചാരിച്ചിട്ട് നമുക്ക് 12:30 ആ സമയത്ത് തന്നെ ഫുഡ് കൊടുക്കണമല്ലോ കുട്ടിയൊക്കെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചു. ഞാനിത് യൂട്യൂബ് പിന്നെ മതി ഓട്ടോന് കൊടുക്കാം. ഓട്ടോന് തരാം. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ തൊഴുത്ത് പ്രസാദമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പോവാട്ടോ, തിരിച്ച് പോവാണ്.
അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അങ്കനവാടിയിലേക്ക് പോവാട്ടോ. ദേവൻ്റെ അങ്കനവാടിയിലേക്ക് ബിരിയാണിയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായത്. ബിരിയാണി കൊടുക്കുന്നത് അല്ലേ ദേവ? ആ, ബിരിയാണിയും പിന്നെ മുട്ടയ്യ. ആ, എന്നിട്ട് ഇതാണ് ദേവൻ്റെ അങ്കനവാടി കേട്ടോ. പിള്ളേരൊക്കെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ദേവനെയും അവിടെ ആക്കിയിട്ടാ. എന്നിട്ട് പിന്നെ ഈവനിങ് പോയിട്ട് കൂട്ടുക ചെയ്തിട്ടുണ്ടായത്. അതിന് ശേഷം പാടിയിൽ നിന്ന് വന്ന ദേവമോളല്ലേ ബിരിയാണി കഴിച്ചിനാ? കുറേ കഴിച്ചിനാ? കുറച്ച് കഴിച്ചിട്ട് മതിയാക്കിട്ട് തേച്ചിട്ടുണ്ടാണോ? അതിങ്ങനെ മതിയാക്കിട്ട് തേച്ചിട്ട് ഡാൻസ് കളിച്ചിനല്ലേ ഇന്ന്? പഠിച്ചോ? ഫുള്ള് ഡാൻസ് പഠിച്ചോ? ഫുള്ള് പഠിച്ച്? ആഹാ, ഡ്രസ്സ് ഇഷ്ടായ? ഇത് ബർത്ത്ഡേ കൂടിയല്ലേ? വേറെ ഉണ്ടല്ലേ, കുറേ ഉണ്ടല്ലേ ഡ്രസ്സ്? സൂപ്പർ ഉണ്ടല്ലേ, തിളക്കുണ്ടല്ലേ മോളെ? ഉപ്പ് തുറന്നിട്ട് അങ്ങനെ ഇടുന്നല്ലേ? മതി. മതി, ഇനി അതവിടെ വെച്ചോ. അയ്യോ ദേവമോളെ അത് പിന്നെ കാണിക്കാട്ടാ. അതൊക്കെ ദേവമോളെ കൂടിയാലേ. കുറേ ഉണ്ടല്ലേ ദേവമോക്ക് ഡ്രസ്സ്. ഞാൻ ഈ സമയത്ത് കുറേ ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ യൂട്യൂബിൽ അങ്ങനെ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ യൂട്യൂബിൽ ലൈവ് ഇടാതിരുന്നത്. പിന്നെ എനിക്ക് ടിക്ടോക്ക് എന്താ അറിയത്തില്ല, ഇവിടെ കിട്ടുന്നില്ല. എന്താണെന്ന് നോക്കണം. നമ്മൾ വളരെ സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ കാര്യമായിട്ട് വലിയ ഫങ്ഷന് കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്ത് വെക്കുന്നത്. സിമ്പിളായിട്ടാണെങ്കിൽ നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരാളായിട്ട് വരുന്നതാണ് കേട്ടോ. അങ്ങനെ കുറേ പേരൊന്നും ഇല്ല, ആകെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കില്ല കേട്ടോ. ഇത് ഇത്ര ഭംഗിയായിട്ട് വീഡിയോ എടുത്തത് ഉണ്ണിയാണ്. ഞാൻ ഫുൾ ഇപ്പം കിച്ചണിൽ തന്നെയായിരുന്നു. ഉണ്ണിയാണ് കുറേ വീഡിയോസൊക്കെ എടുത്തത്. അവൻ നന്നായിട്ട് വീഡിയോ എടുക്കും. പിന്നെ എന്താ, ഞാൻ ഇതിനിടയ്ക്ക് ലൈവൊക്കെ പോയി, ഇൻസ്റ്റയിൽ ലൈവൊക്കെ ഇട്ട്
ദേവമോക്ക് പിന്നെ കളിക്കാൻ ഒരുപാട് പേരായി. സാനുമോളായി, ഷാനുവേട്ടനായി, ആച്ചേട്ടനായി അല്ലേ ദേവ? ഒരുപാട് പേരായി. പിന്നെ ഇവരിങ്ങനെ കളിക്കലായിട്ടാ. ഇങ്ങോട്ടൊക്കെ ഇജാട്ടെ ഇങ്ങോട്ട് ചിരി ചിരി ഞാൻ ഇങ്ങോട്ടോ ഇജാട്ടെ ഇങ്ങോട്ടോ ഇജാട്ട ഒന്ന് ഇങ്ങോട്ടോ ദേവേ ദേവേ ഞാൻ യൂട്യൂബിലാണേ. ആ നീ വീഡിയോ എടുക്കണ്ട ഫോട്ടോ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. കേക്ക് കൊടുക്ക് എടാ കേക്ക് കൊടുക്ക് താങ്ക് യു പറ അല്ല മുക്കി മുക്കി എന്നാ ഇത് മേടിക്കും വാ ചേച്ചി ഞാൻ പയ്യെ കൊണ്ടുപോകും ഇല്ല ഞാനിടൂല പോരാ. എന്നാല് റീൽസിൽ ഇട്ടോളാം. ഇത് തൊട്ടി ഞാൻ വന്നു കഴിഞ്ഞിട്ടേ ഉണ്ണിയോ? ആ ഉണ്ണി കൊടുക്ക. ആ സമയം വെയിറ്റിംഗ് കയ്യല്ലോ. പോകും ഉണ്ണി, പോകും ഉണ്ണി, പോയിട്ട് കേക്ക് കൊടുക്കും ഉണ്ണി. സൂപ്പർ രജിയേട്ടൻ കണ്ടിനാ? രജിയേട്ടൻ കണ്ടിനാ? ഞാനെന്തൊക്കെ വീഡിയോ ഓക്കെ ആ പ്ലേറ്റ് ഉണ്ട് വാ കണ്ണ ടാറ്റു രസമില്ല? രസമില്ലല്ലോ. സാറില്ല, നമുക്ക് മാച്ചിട്ട് വേറെ അടിക്കാം അല്ലേ? അല്ലടാ, നമുക്ക് ടാറ്റു ഒന്നും ഇഷ്ടമായിട്ടില്ല പോലും.
ഒക്കെ ഞാൻ എടുക്കും. ഒക്കെ ഞാൻ എടുക്കും. നമ്മളുടെ വീഡിയോഗ്രാഫർ 1 ഉണ്ണി, 2 ബൈജു പള്ളിക്കുന്ന്, ഉണ്ണി അമൽ പള്ളിക്കുന്ന്. അയ്യോ വാങ്ങിച്ചില്ല. അപ്പൊ ഇപ്പറ മാമനെടുത്തേ. കൊള്ളാല്ലേ കേക്ക്? വീഡിയോ പറയും. നിങ്ങൾ ചോറുണ്ടല്ലോ. ഫിഷ് ബിരിയാണി. ചന്ദ്രനെ പോന്ന ചന്ദ്രൻ ഓടിച്ചു നോക്കിനി. അത് ഞാനാ കളിയാക്കല്ലേ. വേഗം പോയിക്കോ, ഉറങ്ങത്തും. ഇല്ല ഇല്ല. അങ്ങനെ ഉണ്ണിയും ബൈചേട്ടനൊക്കെ പോയിട്ടാ. പിന്നെ നവ്വിയും മക്കളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസമാണ് പോയിട്ടുണ്ടായത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.